ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ശേഷം നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നല്ല, ഇടാൻ പറ്റിയില്ല. എടുത്തിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് ഒക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പിന്നെ നമ്മൾ വില്ലേജ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച ചെന്നപ്പോൾ പറഞ്ഞല്ലോ വില്ലേജ് വന്ന് ടെസ്റ്റൊക്കെ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ട്. പകുതിക്ക് വന്നപ്പോൾ സ്റ്റോപ്പായിപ്പോയി വീഡിയോ. അതിന് തക്കതായ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതെന്താണെന്നൊക്കെ നിങ്ങൾ ഈ കുറച്ച് കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ആൻറ്റിയുടെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എല്ലാം നമുക്ക് ഈ വീഡിയോ കണ്ട ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ക്യൂവിൽ നിന്നിട്ട് ടോക്കൺ എടുക്കുകയാണ്. ആൻറ്റി ഛർദ്ദിച്ച് ആകെ ഔഷധമായിട്ട് അപ്പുറം മാറിയിരിപ്പുണ്ട്. അപ്പം ഞാൻ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. വലിയൊരു ക്യൂ ആയിരുന്നു. പിന്നെ ഞാൻ നിന്ന് ഇത് ഇത്രയായി. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ട് അടുത്തത് ആൻറ്റിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ബില്ലടച്ച ശേഷം മാത്രമാണ് ബ്ലഡ് എടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആൻറ്റി ഇത് എടുക്കാനായിട്ട് ഇരിക്കുകയാണ് ബ്ലഡ്. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് കൊടുത്ത ശേഷം നമ്മൾ എക്കോ എടുക്കാൻ പോയി. എക്കോയും എടുത്തു. അതിന് ശേഷം നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനും ആൻറ്റിയും കുട്ടാകാശനും പിന്നെ വേറൊരു ചേട്ടൻ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ചെറിയൊരു ഏത്തപ്പഴം കഴിച്ചിട്ട് വന്നാണ് പുഴുങ്ങിയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. 11 മണി 12 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയിൽ കയറി. അവിടെ കയറിയപ്പോൾ ഞാൻ ഇടിയപ്പവും അതുപോലെ കടലക്കറിയാണ് മേടിച്ചത്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചു. ആ ചേട്ടൻ ബിരിയാണിയും കുഞ്ഞാൻറ്റി പൊറോട്ടയും. ചാച്ചൻ കഴിച്ചില്ല കേട്ടോ. ചാച്ചൻ ചായ മാത്രം കുടിച്ചു. നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ബാക്കി ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ. ബാക്കി എന്ത് സംഭവിച്ചെന്നൊക്കെയുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തക്കതായ റീസൺ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാത്തതിൻ്റെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയതുപോലെ തന്നെ രാവിലെ 7:45 ബസ്സിന് നമ്മൾ പോയി നെടുങ്കണ്ടത്ത് ഹോസ്പിറ്റലിൽ പോയി. കുഞ്ഞാൻറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഛർദ്ദിക്കുന്ന ആളാണ് കുഞ്ഞാൻറ്റി. അപ്പോൾ ആൻറ്റിക്ക് അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആൻറ്റി നന്നായിട്ട് ഛർദ്ദിച്ചു. നമ്മൾ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഛർദ്ദിച്ച് ഉടനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നാൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്ന് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുക്കാനായിട്ട് പോയി. നമ്മൾ എടുത്തു വെച്ചിരുന്ന ചീട്ട് നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്പർ ഇട്ട് വാങ്ങണമല്ലോ, ഡോക്ടറെ കാണാനുള്ള ആ ഒരു ഇത്. അപ്പം 50 വരെ ഡോക്ടർ നോക്കുള്ളൂ. അന്ന് എക്കോ ഡേ ആയതുകൊണ്ട്, എക്കോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് 50 പേഷ്യൻസിനെ മാത്രമേ ഡോക്ടർ കാണത്തുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 50 കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അയ്യോ എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചേച്ചി 42 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ അതുമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ടെസ്റ്റ് ചെയ്തു. ആദ്യം യൂറിനും അതുപോലെ തന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. പിന്നെ ഫുൾ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ശേഷം 8:30ക്കാണ് ഡോക്ടറെ എക്കോ ചെയ്യാൻ വരാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ ഡോക്ടറാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞ് 8:30ക്ക് വരണമെന്ന്. ഞങ്ങൾ ചെന്നപ്പോഴത്തെ 9:30 എക്കോ എടുക്കാനായിട്ട്. പക്ഷേ ഡോക്ടർ ചീത്തയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൻറ്റി എക്കോ എടുക്കാൻ കയറിയ ശേഷം എടുത്തിട്ട് ഡോക്ടർ ഉള്ളിലേക്ക് എന്നെയും വിളിച്ചു. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഹാർട്ടിൻ്റെ ഒരു ഭാഗത്ത് കല്ലപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആൻജിയോഗ്രാം ചെയ്താലാണ് എന്താണ് ബ്ലോക്കാണ് കാര്യങ്ങളാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് എറണാകുളത്ത് പോയാണ് ചെയ്യുന്നത്. അതെവിടെയാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അങ്ങനെ ആൻറ്റിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശേഷം ഞാനും അതിൻ്റെ മുന്നത്തെ കാര്യം പറയണമല്ലോ അല്ലേ, അതിന് ശേഷത്തെ കാര്യം. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചത് ഇടിയപ്പവും കടലക്കറിയാണ്. അത് ഞാനതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം തിരിച്ച് ഞങ്ങൾ വന്നു. അപ്പോൾ ഡോക്ടർ OP കാണാൻ പോകണം. കാരണം നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. എക്സ്റേ എടുത്തതിൻ്റെ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് ഡോക്ടറെ കാണിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ OP പോയപ്പോൾ ഡോക്ടർ അവിടെ വന്നിട്ടില്ല. അപ്പോൾ ആൻറ്റി വന്ന് എക്കോ എടുക്കുന്നിടത്തൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്കോ എടുക്കുന്നിടത്ത് പോയി നോക്കിയപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്പീഡിലാണ്, നല്ല കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ നല്ല സ്പീഡിൽ സ്റ്റെപ്പ് ഇറങ്ങുകയും കയറുകയും ചെയ്തു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡോക്ടർ OP വന്നായിരുന്നു. അപ്പോൾ അതിന് പറഞ്ഞു OP വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വയറ്റിൽ ഭയങ്കര വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു വേദന വന്നു.
അത് പറയാൻ പറ്റത്തില്ല. കുറേ നേരം ഞാൻ സഹിച്ചു. പിന്നെ ഇങ്ങനെ കൊളുത്ത് വലിക്കുന്ന കണക്കിട്ട് പിന്നെ ഈ സൈഡിലും ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പെയിൻ, ഒരു രക്ഷയില്ലാത്ത പെയിൻ. അപ്പോൾ എനിക്ക് BP ഹൈ ആയിരുന്നു. എൻ്റെ BP എന്ന് പറയുന്നത് 170 ആയിട്ടുണ്ടായിരുന്നു. നോർമലായിരുന്നു എൻ്റെ BP മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും. ഇത് പിന്നെ പെട്ടെന്ന് BP പാനിക്കായതുകൊണ്ടാണെന്നല്ല, പാനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം വേദന എനിക്ക് സഹിക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ലേ. അതെല്ലാം പിന്നെ ചിലപ്പോൾ നമ്മൾ കാഷ്വാലിറ്റി ചെന്ന് നടന്നു പോയതിൻ്റെ ആയിരിക്കും, അറിയില്ല എന്താണോ. അപ്പം BP ഹൈ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വയറുവേദനയായിരുന്നപ്പം ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോക്കൺ എടുക്കാൻ ചെന്നപ്പം എനിക്ക് ഭയങ്കര വയറുവേദന. ആൻറ്റി അങ്ങനെ ടോക്കൺ എടുത്തപ്പോൾ അവർ പറഞ്ഞു കാഷ്വാലിറ്റി കാണിച്ചാൽ മതിയെന്ന്. അങ്ങനെ ആൻറ്റിയും ചാച്ചനും കൂടെ കാഷ്വാലിറ്റി പോയി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. പിന്നെ ലാസ്റ്റ് പീരിയഡ്സ് എന്താണെന്ന് ചോദിച്ചു. പിന്നെ കുറേ ടെസ്റ്റിന് ലിവർ ടെസ്റ്റിന് കുറേ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ വയറുവേദന ഓക്കെ ആയി. പിന്നെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ലിവർ ടെസ്റ്റിന് നമ്മൾ ചെയ്തു. അവിടെ എന്തോ 450 അങ്ങോട്ട് അടുത്തായി എല്ലാ ടെസ്റ്റിനും കൂടി. പക്ഷെ പുറത്താകുമ്പോൾ നല്ല എമൗണ്ട് ആവും കേട്ടോ. ഇപ്പം ഗവൺമെൻറ് ആശുപത്രിയിൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് പൈസ കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തു. ടെസ്റ്റ് ചെയ്തതിന് ഒരു പ്രശ്നമില്ല. എല്ലാം യൂറിനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറിനും അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാം നല്ല രീതിയിലാണ്. അത് നമ്മൾ കഴിച്ച ഫുഡിൻ്റെയാണ്. നമ്മൾ കഴിച്ച കടലക്കറിയായിരുന്നു. കടലക്കറി ആൻറ്റിക്കും ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടലക്കറി കഴിച്ചതിൻ്റെ ഫുഡ് പോയ്സണും പെട്ടെന്ന് ഗ്യാസ് കയറിയതാണ്. അപ്പോൾ ഗ്യാസ് കയറിയതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ മാറി. പക്ഷേ ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ചെസ്റ്റിന് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ ഇങ്ങനെ കയറി കാണാനായിട്ട്, ആൻറ്റീനെ കയറി കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇങ്ങനെ കയറി കാണിച്ചു. അപ്പോൾ ആൻറ്റിക്ക് 1-ാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ തിങ്കളാഴ്ച. പക്ഷേ 1-ാം തീയതി അല്ല, ഈ തിങ്കളാഴ്ച, അതായത് ഡേറ്റ് കഴിഞ്ഞ ദിവസം. അപ്പം 25-ാം തീയതി 25-ാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 25-ാം തീയതി പറഞ്ഞപ്പോൾ കൊച്ചിന് എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കയറിയിട്ട് ആൻറ്റി പറഞ്ഞു, സാർ ഇങ്ങനെ കാര്യങ്ങളാണ്, കൊച്ചിന് എക്സാം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ അവനെയും കൊണ്ട് പോകാമെന്ന് പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവധിയായല്ലോ, അവിടെ പോയി പിന്നെ കുറച്ച് ദിവസം നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. 5 കഴിഞ്ഞിട്ട് എന്തായാലും റെസ്റ്റൊക്കെ വേണമല്ലോ. അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോകണം. അതുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇനി കുറച്ച് ദിവസം കൂടെ നീട്ടി തരാമോ, കൊച്ചിൻ്റെ എക്സാം ചൊവ്വാഴ്ച തീരും. അപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ചത്തെ. അപ്പോൾ ഡോക്ടർ അവിടെ വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച അഡ്മിറ്റ് ആവണം നമ്മൾ പോയി. അപ്പോൾ 1-ാം തീയതിയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 1-ാം തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ഇനി എന്നാണ് ശനിയാഴ്ച ഡോക്ടർ ഉണ്ടോ, അവിടെ ഉണ്ടോ ക്ലിനിക്കിൽ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെറിയ ചെസ്റ്റ് പെയിനും ഉണ്ടായിരുന്നു, ഇങ്ങനെ വയറുവേദന വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി, എനിക്ക് കൈക്കൊക്കെ പെയിൻ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ വേഗം പോയി ECG എടുത്തിട്ട് ആ സമയം എന്തിനാ കളയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വേഗം പോയി ECG ഒക്കെ എടുത്തു വന്ന് ഡോക്ടർ നോക്കി. അപ്പോൾ ECGയിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ BP ഹൈ ആയതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണതിൻ്റെ അന്ന് ഞാൻ ഡോക്ടറെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടറിന് ഒത്തിരി ആയതുകൊണ്ട് ഡോക്ടറിന് അത്ര ഓർമ്മയില്ല, എങ്കിലും ഡോക്ടർ പറഞ്ഞാൽ വീണതിൻ്റെ ബുദ്ധിമുട്ടാണ്, മസിൽ പെയിനാണ്. അപ്പോൾ നമ്മൾ തണുപ്പടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടാവാറുള്ളത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രോഗം ഒഴിഞ്ഞിട്ട് നേരമില്ല, ഈ തണുപ്പിൻ്റെ ആയിരിക്കാം. കാരണം ഇപ്പോഴാണേലും എനിക്ക് പനിയാണ് കേട്ടോ, മൂക്കൊലിപ്പും പനിയും കൂടി, ജലദോഷമാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല, എനിക്ക് മരുന്നൊക്കെ എഴുതി തന്നു. ഞാൻ പിന്നെ കാഷ്വാലിറ്റി പോകാൻ പറ്റിയില്ല. റിസൾട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ കാഷ്വാലിറ്റി പോയാൽ ഞാൻ എൻ്റെ പുറത്തുനിന്ന് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എമൗണ്ട് കയ്യിൽ കുറവായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കാഷ്വാലിറ്റി കയറി കാണിച്ചില്ല, ഡോക്ടറെ കാണിച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ ECG എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ വാച്ച് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി കേട്ടോ. സത്യം പറഞ്ഞു ഞാൻ പ്രത്യേകം അവിടെ നോക്കുന്ന കുട്ടി പറഞ്ഞായിരുന്നു എടുത്തുകൊണ്ട് പോകണം, പിന്നെ ഞാനത് മറന്നു, എൻ്റെ വാച്ച് അവിടെ വെച്ച്. എന്ത് ചെയ്യാനാ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരാന്നപ്പോൾ ആൻറ്റിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നേ. ആൻറ്റിക്ക് പനിക്കുന്നുള്ളതുകൊണ്ട് ആൻറ്റി ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസൊന്നും, എനിക്കും വയ്യായിരുന്നു, ഞാനും വീഡിയോസൊന്നും എടുത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്കത് പതിവാണ്, ഇത് രോഗീനെ കൊണ്ട് പോയാൽ ഞാനും മരുന്ന് മേടിച്ചിട്ട് വരേണ്ടത്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അന്നേരം തന്നെ മരുന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. എന്തായാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഞാൻ ഓക്കെ ആയി. പിന്നെ ആൻറ്റിക്ക് വൊമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു, വൊമിറ്റിങ്ങുമാണ്, ചെസ്റ്റിന് പെയിൻ ഉണ്ടായിരുന്നു, BP ആൻറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നു.
വീട്ടിൽ വന്ന ശേഷം നമ്മൾ ഭയങ്കര റെസ്റ്റൊക്കെ ചെയ്തു. ശേഷം പിറ്റേ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോയി. അതൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്നും എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്ന് പറഞ്ഞ് എന്താണ് ആയത് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്ത ശേഷം മറ്റു വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോസ് ഇടാനും ലേറ്റ് ആയത്. എഡിറ്റിങ് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു 2 ദിവസം. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് എല്ലാ ദിവസവും 2 വീഡിയോ ഒക്കെ വെച്ചിടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കും എന്തോ. അപ്പോൾ നമുക്ക് ഈ ഏണിങ്സ് വേണമെങ്കിൽ എന്തായാലും അടുത്ത മാസം വേണമെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഇട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു എനിക്ക് ഒരു ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. ഏണിങ്സിനേക്കാൾ ഉപരി കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ വിണ്ട് കയറിയിരിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി ആയത് വിണ്ട് കയറിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളതായിട്ട് അപ്പോൾ എനിക്ക് എറണാകുളം പോകേണ്ടതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. മഴയൊക്കെ ഒന്ന് കുറയട്ടെ. ഇപ്പം മഴയൊന്നുമില്ല, 2-3 ദിവസമായിട്ട് മഴയൊക്കെ നിലച്ചു. പിന്നെ ഓണം വരുവാണല്ലോ. ഓണമൊക്കെ നല്ല രീതിയിൽ കുഞ്ഞു രീതിയിലാണെങ്കിലും ആഘോഷിക്കാൻ പറ്റണേന്നാണ് ഒരാഗ്രഹമുണ്ട്. അപ്പം ലിതിമോളുടെ അടുത്ത് പോകണം. അപ്പം അതൊക്കെയാണ് പ്ലാന്. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ലിതിമോളുടെ അടുത്ത് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ എന്താ, ഞാൻ എന്തൊക്കെയോ പറയണമെന്നൊരാഗ്രഹമുണ്ട്. വീട് നനയാനും അതുപോലെ വിണ്ട് കയറാൻ പലയിടത്തും വിണ്ട് കയറിയിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീടിനുള്ളത് ചെയ്യണം. എല്ലാം നടക്കുമെന്നുള്ള പ്രതീക്ഷ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളല്ലേ, അതിൽ കുറേയൊക്കെ നമ്മൾ ഞാൻ എന്തായാലും എൻ്റെ അടുത്ത വർഷത്തെ ഒരു ഡ്രീം എന്ന് പറയുന്ന കാര്യം മെയിനായിട്ടും ഒരു വീടിൻ്റെ കാര്യമാണ്. വീട് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറയുന്നല്ലേ. അപ്പോൾ എല്ലാവരും ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി നല്ല ടൈറ്റാണ്. നേരത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോയുടെ ഡോക്ടറെ കാണേണ്ടതായിരുന്നു. ആൻറ്റി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റി ഇങ്ങനെ കാണാതെ വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. ശരിക്കും ആൻറ്റി നേരത്തെ ഫിസിഷ്യനെ കണ്ട് മരുന്ന് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 3 മാസത്തോളം ആ മരുന്ന് കഴിക്കാതിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് ഈ ഡോക്ടറെ കാണാൻ പോകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. കാരണം എക്കോ എടുക്കാതെ ഒറ്റയടിക്ക് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡോക്ടർ പറയത്തില്ല. ECG ആണ് പറയുമായിരിക്കും, അതെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും എക്കോ എടുത്ത് നോക്കിയിട്ട് വിശദമായിട്ട് നോക്കിയ ശേഷമാണ് ആൻജിയോഗ്രാമിന് പറയാറ്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കണ്ടു. ഇപ്പോൾ എന്തായാലും ഇത്രയും ലേറ്റ് ആയെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടു. എന്തായാലും പോയി നമുക്ക് എല്ലാം നല്ലപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയിപ്പോൾ ആൻറ്റിക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അവിടെ തന്നെ ചെയ്യാനുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. എമൗണ്ട് ഒന്നും റെഡി ആയിട്ടില്ല. എമൗണ്ടൊക്കെ റെഡിയാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ഉണ്ടെങ്കിൽ കാരുണ്യയുടെ ഇതിൽ നമുക്ക് വെക്കാനുള്ളതാണ്. ആൻറ്റിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡില്ലാത്തതുകൊണ്ട് കുറച്ച് പാടാണ്. എങ്കിലും കാരുണ്യയുടെ ഒരു എമൗണ്ട് ഉണ്ട് ഇങ്ങനെ ഹാർട്ട് ഡിസീസിൻ്റെയൊക്കെ ആളുകൾക്ക്. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.